എല്ലാവർക്കും നമസ്കാരം. ഈ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ പ്രമാണിച്ച് സർക്കാർ നമുക്ക്, അതായത് റേഷൻ കാർഡുള്ളവർക്ക് കുറച്ച് സ്പെഷ്യൽ ബെനിഫിറ്റ്സ് ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? അതെ, സംഭവം ഒരു ഗിഫ്റ്റ് പോലെയാണ്. ഡിസംബർ 22 തൊട്ട് സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഒരു ഹോളിഡേ ബോണസ്, അങ്ങനെ തന്നെ പറയാം. അപ്പോ എന്തൊക്കെയാണ് ഈ ആനുകൂല്യങ്ങൾ? നമുക്ക് ഓരോന്നായിട്ട് വിസ്തരമായിട്ട് തന്നെ നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാം. നമ്മുടെ വീടിനടുത്തുള്ള നമ്മൾ എപ്പോഴും പോകുന്ന റേഷൻ കടകളിൽ നിന്ന് എന്തൊക്കെയാണ് അധികമായിട്ട് കിട്ടാൻ പോകുന്നതെന്ന് നോക്കാം. ഇവിടെ പ്രധാനമായിട്ടും 2 കാർഡുകാരുടെ കാര്യമാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് നീല കാർഡാണോ ഉള്ളത് എങ്കിൽ സാധാരണ കിട്ടുന്നതിന്റെ കൂടെ ഒരു 5 കിലോ അരി കൂടി അധികം കിട്ടും. ഇനി വെള്ള കാർഡാണെങ്കിലോ അവർക്കുള്ള വിഹിതം അങ്ങോട്ട് കൂട്ടിയിട്ടുണ്ട്. മൊത്തം 10 കിലോ അരിയാണ് ഇനി കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 2 കാർഡുള്ളവർക്കും, അതായത് നീലക്കാർക്കും വെള്ളക്കാർക്കും ഈ അധികമായി കിട്ടുന്ന അരിക്ക് ഒരേ വിലയുള്ളൂ. കിലോയ്ക്ക് വെറും 10 രൂപ 90 പൈസ. അത് കൊള്ളാം അല്ലേ? ശരി, റേഷൻ കടയിലെ കാര്യം നമ്മൾ അറിഞ്ഞു. ഇനി അടുത്തത് സപ്ലൈകോയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകൾ, അതായത് മേളകളുണ്ടല്ലോ. അവിടെ നമുക്കായിട്ട് എന്തൊക്കെ അധിക ഓഫറുകളാണ് കാത്തിരിക്കുന്നതെന്ന് നോക്കാം. ഒരു കാര്യം ഓർക്കണം, ഈ മേളകൾ ജനുവരി 1-ാം തീയതി വരെ മാത്രമേ കാണൂ. അതുകൊണ്ട് സമയം കളയാനില്ല. ഈ മേളകളില് ശരിക്കും ഓഫറുകളുടെ ഒരു മേളം തന്നെയാണ്. അരി ബൾക്കായിട്ട് വാങ്ങാം, സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ ഒരു കിറ്റ് കിട്ടും, പിന്നെ ശബരി ഉപ്പ് വെറും 1 രൂപയ്ക്ക്. പല ബ്രാൻഡുകൾക്കും 5% മുതൽ 50% വരെ ഡിസ്കൗണ്ട് ഉണ്ട്. അത് കൂടാതെ പർച്ചേസ് കൂപ്പണും ഫ്യൂൽ കൂപ്പണും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നമുക്കിതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ചെണ്ണം ഒന്ന് നോക്കാം. ഇതൊരു കിടിലൻ ഓഫറാണ്. സാധാരണ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നതിന് പുറമെ ഈ മേളകളിൽ നിന്ന് നിങ്ങൾക്ക് 20 കിലോ വരെ അരി വാങ്ങാൻ പറ്റും. വിലയോ കിലോയ്ക്ക് 25 രൂപ മാത്രം. മാർക്കറ്റ് വില വെച്ച് നോക്കുമ്പോൾ ഇത് വലിയൊരു ലാഭമാണ്. അടുത്തത് ഒരു സ്പെഷ്യൽ ഹോളിഡേ കിറ്റാണ്. ഇതിനകത്ത് 12 ഐറ്റംസ് ഉണ്ട്. കേക്ക്, പഞ്ചസാര, ചായപ്പൊടി, കുറച്ചു മസാലകൾ, അങ്ങനെ ആഘോഷത്തിനു വേണ്ട അത്യാവശ്യ സാധനങ്ങൾ. ഇതിന്റെ യഥാർത്ഥ വില 667 രൂപയാണ്. പക്ഷേ ഈ മേളയിൽ നിന്ന് നമുക്കിത് വെറും 500 രൂപയ്ക്ക് കിട്ടും. നല്ലൊരു ഡീല് തന്നെയാണിത്. ഇനി അടുത്തത് വളരെ സിമ്പിളായിട്ടുള്ള പക്ഷെ നല്ല ഉപകാരമുള്ള ഒരു ഓഫറാണ്. നിങ്ങൾ സബ്സിഡി ഇല്ലാത്ത സാധനങ്ങൾ ഒരു 500 രൂപയ്ക്ക് മുകളിൽ വാങ്ങുകയാണെങ്കിൽ 1 കിലോ ശബരി ഉപ്പ് വെറും 1 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ 1 രൂപ ലാഭമല്ലേ? നിങ്ങൾ സപ്ലൈകോയുടെ പെട്രോൾ പമ്പിൽ നിന്നാണ് പെട്രോൾ അടിക്കുന്നതെങ്കിൽ അവിടെയുമുണ്ടൊരു ഓഫർ. സംഭവം ഇതാണ്: നിങ്ങളുടെ വണ്ടി 2 വീലറോ ഓട്ടോയോ ആണെങ്കിൽ 750 രൂപയ്ക്ക് മുകളിൽ പെട്രോൾ അടിക്കുക. ഇനി കാറോ മറ്റു വലിയ വണ്ടികളോ ആണെങ്കിൽ 1000 രൂപയ്ക്ക് മുകളിൽ. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഡിസ്കൗണ്ട് കൂപ്പൺ കിട്ടും. ഈ കൂപ്പൺ എടുത്ത് സപ്ലൈകോയിൽ ചെല്ലുമ്പോൾ പർച്ചേസിന് ഡിസ്കൗണ്ട് കിട്ടും. സിമ്പിൾ. ശരി, ഇപ്പൊ നമ്മൾ ഓഫറുകളുടെ കാര്യമൊക്കെ പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് മുൻഗണന ഇല്ലാത്ത കാർഡുള്ളവർ, അതായത് നീലയും വെള്ളയും കാർഡുകാർ. ഇത് ഒട്ടും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങളുടെ അടിയന്തര ശ്രദ്ധ വേണ്ട ഒരു വിഷയമാണിത്. സർക്കാർ ഒരു വലിയ അവസരമാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. അതായത് മുൻഗണനാനതർ വിഭാഗത്തിൽപ്പെട്ട നീല അല്ലെങ്കിൽ വെള്ള കാർഡുള്ളവർക്ക് യോഗ്യതയുണ്ടെങ്കിൽ മുൻഗണനാ വിഭാഗമായ പിങ്ക് കാറ്റഗറിയിലേക്ക് മാറാൻ അപേക്ഷ കൊടുക്കാം. ഇത് കിട്ടിയ പിന്നെ റേഷൻ വിഹിതത്തിൽ വലിയ മാറ്റം വരും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഇതിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി. അത് മറക്കാനേ പാടില്ല. ഡിസംബർ 31 വൈകുന്നേരം 5 മണി. ആ സമയത്തിനുള്ളിൽ അപേക്ഷ കൊടുത്തിരിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചാൻസ് കിട്ടില്ല. അതുകൊണ്ട് ഡേറ്റ് ഓർമ്മയിൽ വെച്ചോളൂ. അപ്പോ എങ്ങനെ അപേക്ഷിക്കും അല്ലേ? 2 വഴികളുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ളൊരു അക്ഷയ കേന്ദ്രത്തിൽ പോയി അപേക്ഷിക്കാം. അല്ലെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ സിവിൽ സപ്ലൈസിന്റെ വെബ്സൈറ്റിൽ കയറി സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴി ഓൺലൈനായും അപേക്ഷ സമർപ്പിക്കാം. നിങ്ങൾക്ക് സൗകര്യമുള്ള വഴി തിരഞ്ഞെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, റേഷൻ കടയിൽ കൂടുതൽ അരി, സപ്ലൈകോ മേളകളിൽ ഒരുപാട് ഓഫറുകൾ, പിന്നെ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാനുള്ള ഒരു സുവർണ അവസരം. ഈ അവധിക്കാലത്ത് സർക്കാർ ഇത്രയധികം ആനുകൂല്യങ്ങളാണ് നമുക്ക് തരുന്നത്. ഇനി നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്: ഈ ആനുകൂല്യങ്ങളൊക്കെ നമ്മൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? ഈ വിവരങ്ങൾ, പ്രത്യേകിച്ച് കാർഡ് മാറ്റാനുള്ള അവസാന തീയതിയുടെ കാര്യം, വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ഇതിനെക്കുറിച്ച് അറിവുണ്ടാവില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങൾ അവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം. ആർക്കും ഈ നല്ല അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്.
അപ്പോ അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം.